സൺസ്ക്രീൻ കറക്റ്റായിട്ട് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല വ്യത്യാസം വരും. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാതിരുന്നിട്ട് ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 1 ഇയർ ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ ഭയങ്കര മാറ്റമായിരുന്നു. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്ക് ഈ ടീ സൗണ്ടിൽ ഒരു ഓയിലി ആയിട്ടും ഇവിടെ ഡ്രൈ ആയിട്ടുമാണ്. അപ്പം നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങൾ ആര് പറഞ്ഞോ അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞതുകൊണ്ട് എനിക്കിത് സ്യൂട്ടാവും എന്ന് വെച്ചിട്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കരുത്. ആദ്യം നിങ്ങളുടെ സ്കിന്നിന് എന്താണോ വേണ്ടത് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് അറിഞ്ഞ് കണ്ടതിന് ശേഷം മാത്രമേ അതിന് ഓൺലൈനിൽ നിന്നാണെങ്കിലും കടയിൽ നിന്നാണെങ്കിലും നിങ്ങളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാവുള്ളൂ. അപ്പം എന്നിട്ട് മാത്രമേ നിങ്ങളിത് നിങ്ങളുടെ ഫേസിൽ ട്രൈ ചെയ്ത് നോക്കാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ചിലപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് വർക്കായെന്ന് പറഞ്ഞ് എനിക്ക് വർക്കാവണമെന്നില്ല. കാരണം നമ്മൾ രണ്ടാൾക്കാർക്കും 2 സ്കിൻ ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആക്നെ പ്രോൺ ആണോ, സെൻസിറ്റീവ് ആണോ, ഇന്ന പ്രൊഡക്റ്റ് ഇട്ടാൽ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതാണ് മെയിൻ. അല്ലാതെ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, ഇന്ന ആൾക്കാർ പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യരുത്. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധമാണിത്. നിങ്ങളിത് ചെയ്യരുത്. ചിലപ്പം ഒരു 50% ആൾക്കാർക്ക് ഇത് സക്സസ് ആയെന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവർക്കൊന്നും സക്സസ് ആവണമെന്നില്ല, അത് ശരിയാവണമെന്നില്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ റെയറായിട്ട് എനിക്കൊരു സാധനം എൻ്റെ മുഖത്ത് പിടിക്കുന്നുള്ളൂ. കാരണം വെരി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെത്.